ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഫിസിക്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതൊരു ചലഞ്ച് ആയിട്ടൊന്നുമല്ല. നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഒരു ദിവസം ഫുള്ള് പഠിക്കുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ ഒരു ദിവസമാണ് ഇന്ന്. നമ്മളെന്തായാലും അതിനായിട്ട് രാവിലെ 3 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. 3 മണിക്ക് എണീറ്റപ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊന്ന് പോയി മേലെ കഴുകി ഒന്ന് ഫ്രഷായി പതുക്കെ ഒരു 4 മണിയൊക്കെ ആവാറായപ്പോഴാണ് പഠിക്കാൻ തുടങ്ങാനായിട്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ നമുക്കൊരു ചെറിയ ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം എക്സാമിന് ഉണ്ടായിരുന്ന പോർഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതല്ലാണ്ട് വേറെ പുതിയ ചാപ്റ്റർ പഠിക്കാനും ഒക്കെയാണ് നമ്മളെ പ്ലാൻ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് അധികം ടൈം എടുക്കത്തുമില്ല. മാത്രമല്ല എനിക്ക് അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അത് വെച്ച് തുടങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം പുതിയ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ ഈ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചൊരു മടുക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും പിന്നെ നമുക്ക് ആ പുതിയ ചാപ്റ്റർ ഒന്നും പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ആദ്യം തന്നെ ഒരു പുതിയ ചാപ്റ്റർ പഠിച്ചിട്ട് പിന്നെ നമുക്ക് പതുക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പുതിയ ലെസണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് അത്ര വലിയ ടഫായിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. പഠിച്ച് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനൊരു രീതിക്കുള്ള ചാപ്റ്ററാണ്. ഞാനൊരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങ് നിർത്തി. ഈ ചാപ്റ്റർ തീരാറായി, ലാസ്റ്റ് കുറച്ച് പാർട്ടും കൂടെ ഉള്ളൂ. കാരണം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് പഠിത്തം മടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എടുത്ത് തിന്നാന്ന് വിചാരിച്ചു. അവിടെ ഇരുന്ന ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ എടുത്ത് തിന്നുവാണ്. ഞാൻ ബ്രേക്ക് ഒരു 15 അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 20-25 മിനിറ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ BB കട്ട്സും പിന്നെ ഉപ്പുമുളകും എല്ലാം കണ്ടിങ്ങനെ കഴിച്ചു വന്നപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വേഗം പഠിക്കായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ചാപ്റ്റർ തീർക്കണം. ഞാൻ രാവിലെ ഇപ്പം നേരത്തെ എണീറ്റാലും കുറച്ച് കഴിയുമ്പോഴേക്കും നേരെ ഒന്ന് ശരിക്കും വെളുക്കുമ്പോഴേക്കും ഞാൻ പിന്നെയും പോയി കിടന്ന് ഉറങ്ങലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഉറക്കത്തിന് മുന്നേ ഈ ചാപ്റ്ററിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് കിടക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ബാക്കി ഇപ്പം തന്നെ പഠിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ കിടക്കാൻ പോയേനെ. ഇതിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറിയിട്ട് റൂമിൽ വന്നിരുന്നാണ് ഇങ്ങനെ പഠിക്കുന്നത്. കാരണം കുറച്ച് നേരം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് മടുക്കും. പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഞാൻ പോവാറേ ഇല്ല. എനിക്ക് ആ ഭാഗം ഇഷ്ടമല്ല. എന്തായാലും നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയതിന് ശേഷം നമ്മൾ 9 മണിക്കത്തെ അലാറം വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഞാനിപ്പോൾ ഈ കിടക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഉറക്കം കണക്ക് കൂട്ടിയാൽ ഒരു 9 മണിക്കാണ് അലാറം വെച്ചേക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാത്രമല്ല എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ 9 മണിക്ക് എണീറ്റില്ല. ഒരു 9:45 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ എണീറ്റൊന്ന് നേരം മുഖം കഴുകി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഡേറ്റ്സും നട്ട്സും ഒക്കെ ഒന്ന് കഴിച്ചുള്ളായിരുന്നു. കാരണം എപ്പോഴും പലഹാരങ്ങളൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പം ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് അടുത്ത് കഴിച്ചത്. അതവിടെ ഇരിക്കുന്ന കണ്ടു അടുത്ത് കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അതെടുത്ത് കഴിച്ചതിന് ശേഷം നമ്മളിനി വേറെ ചാപ്റ്റർ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ABCD അറിയാത്തൊരു ചാപ്റ്ററാണ്. അതിൻ്റെ യൂട്യൂബ് ക്ലാസ് പോലെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ നോട്ട്സ് നോക്കിയിട്ട് എനിക്കൊരു തേങ്ങ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു 1 ഷോട്ട് ലൈവ് കണ്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് വലിയ കാര്യത്തിൽ കണ്ട് ഒരു 1/4 ഭാഗമൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ട ടോപ്പിക് അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യം. പിന്നെ മാത്രമല്ല ടോപ്പിക്സ് എല്ലാം കൂടെ ഒന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതൽ ഞാൻ ലൈവ് ഇരുന്ന് കണ്ടത്. ആ കണ്ട അത്രയും ഭാഗം എനിക്ക് ഓൾറെഡി മനസ്സിലായ പാർട്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത പാർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ അത്രയും സമയം വേസ്റ്റായി എൻ്റെ വിഷമത്തിൽ ഞാൻ പിന്നെ അതങ്ങോട്ട് അടച്ചു വെച്ചിട്ട് വേറൊരു ചാപ്റ്ററിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ ഓണം എക്സാമിൻ്റെ സമയത്തൊന്നും ഞാൻ എക്സസൈസ് വൃത്തിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുന്നത്. മാത്രമല്ല ഒരു ചെറിയൊരു റിവിഷൻ പോലെയും കൂടെ ആവുമല്ലോ. ആ ഫോർമുലാസ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉറങ്ങി എണീറ്റപ്പം 10 മണി ആവാറായതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഈ ഒരു ചാപ്റ്ററിലെ എക്സസൈസ് മൊത്തം ചെയ്ത് തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അത് നടക്കുമോയെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണേ. ആക്ച്വലി ഞാൻ നേരത്തെ പഠിക്കാൻ എടുത്തൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാവാത്ത ചാപ്റ്റർ, അതൊന്ന് തീർക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ അത് മര്യാദയ്ക്കൊന്ന് നോക്കി വരുമ്പോഴാണ് മനസ്സിലായത് അത് കുറച്ച് ഒരു വൃത്തികെട്ട കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണെന്നുള്ള കാര്യം. ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഭയങ്കര സിമ്പിളാണ്, അത് ഭയങ്കര ചെറിയ ചാപ്റ്ററാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ആ ചാപ്റ്റർ ഭയങ്കര വലുതൊന്നുമല്ല, പക്ഷെ പഠിക്കുന്ന സമയത്ത് എന്തോ ഒട്ടും രസം തോന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാപ്ടോപ്പിൽ ബൈജൂസിൻ്റെ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്
അതിൻ്റെ അകത്ത് സൊല്യൂഷൻസ് ഒക്കെ നോക്കി ഇങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്യുവാണ്. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോമൻസ് ആണ് എങ്ങനെയാണ് നേരത്തെ എണീക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. ആൻഡ് അതിന് ഞാൻ റിപ്ലൈ കൊടുക്കലും ഉണ്ട്. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക, അതാണ് അതിൻ്റെ ഒരു ഇതെന്ന്. പിന്നെ ഞാൻ ചില കോമൻസിനൊന്നും റിപ്ലൈ കൊടുക്കലില്ല, ജസ്റ്റ് ലൈക്ക് മാത്രമേ ചെയ്യലുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ ഫിസിക്സ് പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഓണം വെക്കേഷനൊന്നും നമുക്ക് മര്യാദയ്ക്ക് ബുക്ക് പോലും തുറക്കാൻ പറ്റിയിട്ടില്ല. മര്യാദയ്ക്ക് ബുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല, നല്ല ഒരു വക പഠിക്കാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഭയങ്കര പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓണം വെക്കേഷൻ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം വെക്കേഷൻ പോയത് പോലും അറിഞ്ഞില്ല, അത്രയും സ്പീഡിനാണ് പോയത്. പിന്നെ വെക്കേഷന് പഠിക്കാൻ പറ്റാത്തതിന് ചെറുതല്ലാത്ത വലിയ രീതിക്കുള്ള റിഗ്രറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്നെങ്കിലും ബുക്ക് തുറക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് തന്നെ തുറക്കുള്ളൂ. അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പം ചെയ്യുന്ന ഈ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ എക്സസൈസിനേക്കാളും ഡിഫിക്കൽട്ടാണ് അതിൻ്റെ എക്സാമ്പിൾ പാർട്ട്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ അത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടും ട്രിക്കി ആയതുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇത് കഴിഞ്ഞാലും ഞാൻ ലഞ്ച് കഴിക്കുള്ളൂ എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാലും ഒരു 1:15 കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലൊന്നും വെയിറ്റ് ചെയ്തില്ല, നേരെ പോയി ലഞ്ച് കഴിക്കാൻ തന്നെയാണ്. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്കും നല്ല രീതിക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. ആ ചോറ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. വെറുതെ ഒരു രസം, എപ്പോഴും നമ്മൾ ചോറൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്, അപ്പം ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ 2:30 പിന്നെ പഠിക്കായിരുന്നത്. 1:30 നമ്മൾ ലഞ്ച് കഴിച്ചത്. പിന്നെ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും 2:30 ആയി. പിന്നെ എനിക്ക് ഒരു രസമായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്ലാസ് ആണെങ്കിൽ കാണാൻ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ക്ലാസ് കാണാണ്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തേങ്ങ മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒന്നും മനസ്സിലാവാതെയാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അത് 2-3 പ്രാവശ്യം വായിച്ച് വരുമ്പോഴേക്കും തനിയെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിക്കോളും. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാനൊക്കെ നോക്കിയത്. പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടു, സമയം മാത്രം പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു, വൈകുന്നേരം വരെ ഇരുന്ന് നോക്കി. എന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തനിയെ കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് AI ഹെൽപ്പൊക്കെ എടുത്തപ്പോഴേക്കും ഓക്കെ, ഒരു വിധം റെഡിയായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ അപ്പോൾ ഒന്നിച്ച് തലേ കയറി ഒരുമാതിരി ആയപ്പോഴേക്കും ഞാൻ പിന്നെ മാറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ തിയറി പാർട്ട് ഫുള്ളായിട്ട് തലയിൽ ഒന്നിച്ച് കയറ്റി കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. അത് മനസ്സിലാക്കി പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വേറെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ലെസൻ്റെ ക്വസ്റ്റ്യൻസ് എക്സസൈസ് ലാപ്പിലെടുത്ത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇരുന്ന് ചെയ്ത് നോക്കുവാണ്. എൻ്റെ ഈ ബുക്ക് കണ്ടാൽ അറിയാം, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ 1-2 പേജിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അത് മൊത്തം ഫില്ലായിട്ടാണ് ഞാൻ അടുത്ത പേജിലേക്ക് പോകുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമായിട്ടും തോന്നലുണ്ട്. കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു ആൻസറൊന്നും അതിൻ്റെ അകത്ത് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഇങ്ങനെ എഴുതുന്ന രസമായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നേ ഉള്ളൂ. സമയം 7 മണിയാവാൻ 5 മിനിറ്റും കൂടെ. സമയം കേട്ടില്ലേ, എത്ര പെട്ടെന്നല്ലേ സമയം പോണത്. ചില സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നലുണ്ട്, മര്യാദയ്ക്ക് പഠിക്കാതിരിക്കുമ്പോഴേക്കും സമയം അങ്ങോട്ട് ഓടുകയാണ് ചെയ്യല്. എനിക്കിനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററും പിന്നെ വേറൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനുണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് രസമില്ല എന്ന് പറഞ്ഞ ആ ഒരു പാഠം പഠിക്കാനുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്ന് ബാക്കി ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്ത് തീരുമെന്ന് എനിക്കറിയില്ല, സമയം ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയൊക്കെ ആവാറായപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും കോളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, ഗൂഗിൾ മീറ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഒന്നിച്ച് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാനുള്ളത് അവൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പഠിക്കും, എനിക്ക് പഠിക്കാനുള്ളത് ഞാനും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പഠിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം തീരാറായപ്പോഴേക്കും നമ്മളെ ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അമ്മ അത് ചൂടോടുകൂടെ കൊണ്ട് തന്നപ്പം എന്നാൽ പിന്നെ ചൂടോടുകൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ അമ്മയുടെ ഒരു പരീക്ഷണവും കൂടിയായിരുന്നു. പിസ്സ പോലെ ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സംഭവം. എൻ്റെ സ്മെല്ല് ചെയ്തപ്പോഴേക്കും നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്തിട്ട് കഴിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ സ്മെല്ല് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ കഴിക്കാമെന്നങ്ങ് വിചാരിച്ചു. ചപ്പാത്തിയുടെ ഇടയിൽ വെജീസും ചീസും ചില്ലി ഫ്ലേക്സും സോസും എല്ലാം വെച്ചിട്ട് സംഭവം കിടിലനായിരുന്നു. അങ്ങനെ അതൊക്കെ അടിപൊളിയായി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമുക്കൊരു 5-6 ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ
എഴുതാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് കഴിഞ്ഞിട്ട് അടച്ചപ്പോഴേക്കും ഭയങ്കര ഒരു സമാധാനമായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും ഏകദേശം 11 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിലാകെ ബാക്കിയുള്ളത് ആ ഒരു രസമില്ലാത്ത ചാപ്റ്റർ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതാദ്യം ഇന്ന് തീർക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ അത് മര്യാദയ്ക്കൊന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് ഇന്നൊന്നും തീരത്തില്ല എന്നുള്ള കാര്യം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാനൊക്കെ ചെറുതായിട്ട് തോന്നി. പിന്നെ കോളിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൻഡ് അവളെൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഇരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാനും വിചാരിച്ചങ്ങിരുന്നു. പിന്നെ ഞാനൊരു 10-20 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത് പഠിക്കാനായിട്ട് ഇരിക്കാൻ പോകുന്നത്. അതും ഒരു 11:30 ആവാറായപ്പോഴേക്കുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ടാർഗറ്റ് ആ ചാപ്റ്ററിലാണ്. അങ്ങനെ നമ്മളെ കോളിൻ്റെ അകത്ത് ഞാൻ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു ടൈമറൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ PDF നോക്കി പഠിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ആ PDF-ൻ്റെ അകത്താണെങ്കിൽ ഏകദേശം 114 പേജസ് മറ്റോ ഉണ്ട്. അപ്പം ആദ്യം മുതലേ പഠിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ബാക്കിയുള്ളതിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് അത്ര രസമുള്ള ചാപ്റ്ററായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് അത് റിവൈസ് ചെയ്ത് വരുമ്പോഴേക്കും പുതിയത് പഠിക്കാനുള്ളൊരു ടൈം ആകുമ്പോഴേക്കും ഒരു മടുപ്പ് ചെറുതായിട്ട് വരും. മടുപ്പും മടിയും എല്ലാം വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ സ്ട്രെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. ഒന്നാമത് ഇന്ന് ഫുള്ള് നമ്മൾ ഫിസിക്സാണ് പഠിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെസണായി തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ സമാധാനത്തോടെ പഠിച്ചാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പഠിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരു ടാർഗറ്റ് വെച്ചിട്ട് അത് തീർത്തതിന് ശേഷം ബ്രേക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പഠിത്തം തുടർന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല. എന്നാലും വളരെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും പറഞ്ഞ പോലെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്തില്ല. പിന്നെ ഞാൻ ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് ഇന്ന് വല്ലതും പഠിച്ചോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ മറിച്ച് നോക്കലാണ്. എന്നിട്ട് ഞാൻ ഇന്ന് പഠിച്ചതിന് ചൊല്ലിയിട്ട് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഒരു 2:30 ആവാറായപ്പോഴേക്കും അവിടെ ഇരുന്ന് നൂഡിൽസ് എടുത്തുണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കലാണ്. മാഗി സാധാരണ മഞ്ഞ കളറാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു റെഡ് ഷെയ്ഡ് കാണാൻ പറ്റും. ഞാൻ മുളക് പൊടി ചെറുതായിട്ട് ഇട്ടത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോഴത്തേം പോലെ തന്നെ ഉപ്പുമുളകും കാണാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫണ്ണി എപ്പിസോഡ് അല്ലെങ്കിൽ ഗോസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറ്. എനിക്ക് പിന്നെ ഉപ്പുമുളകിൻ്റെ എല്ലാ എപ്പിസോഡ്സും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനാണ് ചൂസ് ചെയ്യൽ. അങ്ങനെ നമ്മളെന്തായാലും എപ്പിസോഡ് കണ്ടും പിന്നെ ഉണ്ടാക്കിയ സാധനം കഴിച്ചും സംസാരിച്ചും ഒക്കെ പതുക്കെ നമ്മളെ ബ്രേക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് നേരം പഠിക്കാതിരുന്നായിരുന്നു. പക്ഷെ ഞാൻ അത് വീഡിയോ എടുക്കാൻ മാത്രം അധികം നേരം ഇരുന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിനാണ് ഇരുന്നത്. പിന്നെ ഈ കാണുന്ന തൊട്ടും നമ്മളെ കൂടെ തന്നെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. 1 2 3 ഗോ.